നീറ്റ് 2026 എക്സാം ടഫായിരിക്കും. ഈ ഒരു തംബ്നെയിൽ കണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയതെന്ന് മിസ്സിനറിയാം. അപ്പോൾ എന്തിനുകൊണ്ടാണ് മിസ് ഇപ്പോൾ തന്നെ ഞങ്ങളോട് 2026 നീറ്റ് എക്സാം ടഫായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മളെപ്പോഴും ഏറ്റവും വേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മോശം എക്സ്പെക്റ്റ് ചെയ്യണം എന്നല്ല, ഏതൊരു കാര്യത്തിൻ്റെയും നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് എക്സാം നല്ല ടഫായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ അതിനുവേണ്ടി കുറച്ചുകൂടി ടൈം കൊടുത്ത് പഠിക്കും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻസ് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. ഇനി അതല്ല, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് നീറ്റ് എക്സാം, അടുത്ത വർഷത്തെ നീറ്റ് എക്സാം ഈസി ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വിചാരിക്കും, ഓ എക്സാം ഈസി ആയിരിക്കുമല്ലോ, അപ്പം ഞാൻ ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുക, അല്ലേ? ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം നീറ്റ് എക്സാം ടഫായിരിക്കും എന്ന് പറയാനുള്ള ഒരു കാരണം ഇതാണ്, നിങ്ങൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അത് ടഫായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പം ഇനി അഥവാ എക്സാം ടഫായി കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ടഫ് അല്ലെങ്കിൽ നല്ലതല്ലേ, ബോണസ് അല്ലേ, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഈസി ആയിട്ടും നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നേരെ തിരിച്ച് നിങ്ങൾ ഈസി ആണെന്ന് വിചാരിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തവണത്തെ നീറ്റ് 2025 ഓക്കെ, നമ്മുടെ കുട്ടികളെല്ലാവരും കഴിഞ്ഞ തവണത്തെ നീറ്റ് 2024 എക്സാം പ്രതീക്ഷിച്ച് ആ എക്സാമിൽ കുട്ടികൾക്ക് സ്കോർ ചെയ്തിട്ടുള്ള 720 ഔട്ട് ഓഫ് 720 ഒക്കെ കണ്ടിട്ടാണ് പോയത്. പക്ഷേ ഈ വർഷത്തെ എക്സാം വിചാരിച്ചതിനേക്കാൾ അധികം ടഫായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ കുട്ടികളുടെ എക്സ്പെക്റ്റേഷൻ അവിടെ തകർന്നു. അങ്ങനെ എക്സ്പെക്റ്റേഷൻ കൈവിട്ട് പോയ സമയത്ത് അവർക്ക് എഴുതാൻ പറ്റുമായിരുന്ന, അവർക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു നീറ്റ് 2025 നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എക്സാം ഏത് രീതിയിലായാലും, ഇനിയിപ്പോൾ ടഫായാലും ഈസി ആയാലും കുട്ടികൾ മെൻ്റലി കൂടി എന്തായിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മൾ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഇയർ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കളോട് മിസ്സിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് വളരെയധികം സ്ട്രോങ് ആക്കുക ആൻഡ് മെൻ്റലി നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. എക്സാം ടഫായാലും ഈസി ആയാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം എഴുതും. അല്ലാതെ എക്സാം ടഫായി എൻ്റെ മാർക്സ് പോയി എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അവിടെ ബ്രേക്ക് ആവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ നേരിടാം, അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും ലൈഫിൽ അങ്ങനത്തെ പല സിറ്റുവേഷൻസ് വരും. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വരും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. മനുഷ്യന്മാരാണ്, ആയി പോകും. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നമ്മൾക്ക് ഏറ്റവും ടഫായിരിക്കും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുക, അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെൻ്റലി റെഡി ആവുന്ന സമയത്ത് ഇനിയിപ്പോൾ അഥവാ എക്സാം ടഫായാലും നമുക്ക് നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും കരുതരുത് ഓ ഈ എക്സാം പോയി എൻ്റെ ലൈഫ് പോയി, അങ്ങനെയല്ല. നമ്മുടെ മുന്നിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിൽ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ നേരിടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ മക്കൾ പഠിക്കുക. ഇനി ഈ വരുന്ന നീറ്റ് 2026 നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ വേദ ബാച്ച് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മളുടെ വേദ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരണേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ വേദ ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കണം എന്നെൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, നല്ലതായിട്ട് പഠിക്കുക, മെൻ്റലി ഫുൾ പ്രിപ്പയർഡ് ആവുക. ഒരു ടഫസ്റ്റ് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കുക. അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ നെക്സ്റ്റ് ഇയറിലുള്ള നിങ്ങളുടെ നീറ്റ് എക്സാം എഴുതും, അതിനുവേണ്ടി നമ്മൾ പഠിക്കും. ഓക്കെ.